ജാമ്യം ലഭിച്ചിട്ടും ജയിലിന് പുറത്തിറങ്ങാതിരുന്ന ബോബി ചെമ്മണ്ണൂർ ഒടുവിൽ മാപ്പ് പറഞ്ഞ് തുടർ നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകുകയാണ്. ഹൈക്കോടതി സ്വമേധയാ ഈ കേസ് പരിഗണിച്ചെങ്കിലും വീണ്ടും ഈ വിഷയം പരിഗണിച്ചെങ്കിലും ഒടുവിൽ നിരുപാധികമുള്ള മാപ്പപേക്ഷ സ്വീകരിച്ചുകൊണ്ട് തുടർ നടപടികൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീംകോടതി അഭിഭാഷകനായ എം ആർ അഭിലാഷ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എം ആർ അഭിലാഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറുന്ന കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ താങ്കൾ കാണുന്നതായിരിക്കും, ശ്രദ്ധിക്കുന്നുണ്ടാവും. ബോബി ചെമ്മണ്ണൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം പുറത്തിറങ്ങുന്നില്ല. അതിനുശേഷം അദ്ദേഹം പറയുന്ന ന്യായങ്ങളൊക്കെ ഒരു ആക്ടിവിസത്തിന്റെ ലൈനിലാണ്. ജാമ്യത്തിന് പണം കെട്ടിവെക്കാനില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ദിവസം കൂടി അവിടെ കഴിഞ്ഞു എന്നൊക്കെ ഉള്ളതാണ്. ഈ ഹൈക്കോടതി ഇതിൽ ശക്തമായ നടപടികളിലേക്ക് പോകുമ്പോൾ പോലും ഇതൊരു പകപോക്കലായോ ഒക്കെയും വിശേഷിപ്പിക്കുന്നവരുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഈ നടപടിയെ കാണുന്നത്? ഒരു തരത്തിലും അതിനെ പകപോക്കലായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയില്ലല്ലോ. അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചതിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ കുറ്റസമ്മതമാണ് പുറത്തു വന്നിരിക്കുന്നത്. ജയിൽ എന്ന് പറയുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇപ്പം ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ് എന്നൊരു ഡെറ്റന്യൂവിന് ഒരു പക്ഷേ തീരുമാനിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇത്തരത്തിൽ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ജാമ്യം അനുവദിച്ചെങ്കിൽ മാത്രമേ തനിക്ക് പുറത്തു വരാൻ കഴിയുള്ളൂ എന്നോ, അല്ലെങ്കിൽ ബാക്കിയുള്ള റിമാൻഡ് പ്രതികളുടെ അവസ്ഥാവിശേഷമൊക്കെ മനസ്സിലാക്കി അതിനുശേഷം മാത്രമേ തനിക്ക് പുറത്തു വരാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ഒരു വ്യക്തി, ഒരു റിമാൻഡ് പ്രതി ജയിലിനുള്ളിൽ ജാമ്യ ഉത്തരവ് ലഭിച്ചതിന് ശേഷം അവകാശവാദം മുഴക്കുന്നതോ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതോ ഒന്നും തന്നെ നിയമത്തിൽ ആശാസ്യമല്ല. ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 14 അവകാശങ്ങൾ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമല്ല ജയിൽ. ജയിലിൽ റിമാൻഡ് പ്രതിയായിരിക്കുന്ന ഒരു വ്യക്തി, അയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അയാളുടെ അവകാശങ്ങൾക്കും അയാൾക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾക്കും എല്ലാം പരിമിതി ഉണ്ടെന്നിരിക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ഇവിടെ വിപ്ലവം സൃഷ്ടിച്ചതിന് ശേഷം മാത്രമേ തനിക്ക് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് പ്രൈമാ ഫേസി അത് കോടതിയുടെ വില കുറച്ചു കാട്ടുന്നതിന് തുല്യമാണ്. അത് കോടതി അലക്ഷ്യമാണ് എന്ന് പറയുന്നില്ല, പക്ഷേ കോടതിയുടെ വില കുറച്ചു കാട്ടുന്നതിന് തുല്യമാണ്. ജാമ്യോത്തരവിന് നേരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഒരുപക്ഷെ നിയമവ്യവസ്ഥയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ തന്റെ സാമ്പത്തിക സ്വാധീന ശക്തിയെക്കുറിച്ചുള്ള തെറ്റായിട്ടുള്ള ഒരു ബോധ്യം അത് അദ്ദേഹത്തിനുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ജയിലിനുള്ളിൽ അദ്ദേഹത്തിന് ലഭിച്ച പ്രത്യേക പരിലാളനകളുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്ന ഒരു കാഴ്ചപ്പാടായിരിക്കാം ഇത്. പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം, നിതാന്തമായി കണ്ണുകൾ തുറന്നിരിക്കുന്ന ഒരു ന്യായാസനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ വെച്ചു പൊറുപ്പിക്കാൻ കഴിയുന്നതല്ല. ഞാൻ ആലോചിക്കുകയായിരുന്നു, അദ്ദേഹത്തിന് എങ്ങനെയാണ് മറ്റ് പ്രതികൾ എത്ര നാളത്തേക്കാണ് റിമാൻഡിലായത്, അവരുടെ സാമ്പത്തിക അവസ്ഥ, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് എങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്? അദ്ദേഹം ജയിൽ സന്ദർശിക്കുന്ന ഒരു മജിസ്ട്രേറ്റ് അല്ലല്ലോ ബാക്കിയുള്ളവർക്ക് സമീപിക്കുവാൻ. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് സാധാരണയിൽ അധികമായിട്ടുള്ള പ്രത്യേക ട്രീറ്റ്മെന്റ് അവിടെ കിട്ടിയിട്ടുണ്ടാകാം അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ടോ. അല്ലാതെ ബാക്കിയുള്ള റിമാൻഡ് പ്രതികളെ കുറിച്ച് അറിയുവാനോ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാനോ ഒന്നും ഇതൊരു പൊതുസ്ഥലമല്ലല്ലോ, ഇത് ജയിലല്ലേ. അപ്പൊ ജയിലിൽ ഏത് തരത്തിലുള്ള പരിഗണനകളാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നും മറ്റ് പ്രതികൾക്ക് ഇദ്ദേഹത്തോട് ഇന്ററാക്ട് ചെയ്യുവാനുള്ള അവസരം എങ്ങനെ ഒരുക്കപ്പെട്ടു എന്നതിനെ കുറിച്ചൊക്കെ അന്വേഷണം വേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു ഓർഡർ കൊടുത്തതിന് ശേഷം പ്രതി പുറത്തിറങ്ങുന്നില്ല, ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ തീർപ്പാക്കാതെ എന്ന് പറയുന്നത്, അങ്ങനെ ഒരു റക്കസ് ജയിലിനുള്ളിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. നിയമവ്യവസ്ഥയിൽ സാധാരണക്കാർക്കുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നിയമവ്യവസ്ഥയിൽ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ആർക്കാണോ ജാമ്യം കൊടുത്ത് അയാൾക്ക് നിയമവ്യവസ്ഥയോടുള്ള ബഹുമാനം ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ ഇത്തരത്തിലുള്ള തുടർ നടപടികൾ അനിവാര്യമാണ്. ഇത്രയും പെട്ടെന്ന് നടപടിയെടുത്ത ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ പൗരന്മാർ എന്നുള്ള നിലയിൽ നമ്മൾ ആരും അല്ലെങ്കിൽ കൂടിയും അത് പ്രത്യേകം എടുത്തു പറഞ്ഞേ മതിയാവൂ. അദ്ദേഹത്തിന്റെ കുറ്റസമ്മതമാണ് ഈ മാപ്പപേക്ഷ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി ശ്രീ എം ആർ അഭിലാഷ്. ഏതായാലും ബോബി ചെമ്മണ്ണൂർ ഒടുവിൽ വീണ്ടും മാപ്പ് പറഞ്ഞ് ഏതായാലും തുടർ നിയമ നടപടികൾ അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുന്നതിലേക്കൊക്കെ പോകുമെന്ന് ഹൈക്കോടതി സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകാതെ കഴിച്ചിലാവുകയാണ്. ജാമ്യം കിട്ടിയിട്ടും ജയിലിൽ കിടന്ന് അല്ലെങ്കിൽ ജയിലിന് പുറത്തിറങ്ങാതെ അദ്ദേഹം കാണിച്ച ഹീറോയിസം ഏതായാലും അവസാനം മാപ്പപേക്ഷയിലാണ് ചെന്ന് അവസാനിച്ചത്. ഇനി എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുമോ, മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അദ്ദേഹം എത്തുമോ എന്നൊക്കെ കണ്ടറിയണം.